ചൂടാനും തലയിലൊക്കെ വലിയ നിറച്ച് മുടി ഓരോന്നൊക്കെ അതൊക്കെ മാറിപ്പോവാനായിട്ട് ഈ കക്ഷിന് ദിവസം ഒരെണ്ണം പോയി കഴിച്ചാൽ മതി. ഒരു 1/2 കിലോ നെല്ലിക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം ഇതുപോലൊരു തുണിയിൽ വെച്ചിട്ട് ഒട്ടും വെള്ളം ഇല്ലാണ്ട് തുടച്ചെടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാരും ഇതാ തുടച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി. നമ്മളെ നെല്ലിക്കൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഹോളുകൾ ഉണ്ടാക്കി കൊടുക്കാം. ഇനി അടികട്ടിയുള്ള ഒരു പാത്രത്തേക്ക് ഒരു 400 ഗ്രാം പനങ്കൽക്കണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ആവിയിൽ വേവിച്ച നെല്ലിക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പൊ ഇതാ നോക്കി ആ കൽക്കണ്ടൊക്കെ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇനിയും മൂടി വെച്ച് കൊടുക്കുക. ശ്രദ്ധിക്കുക, തീ ഏറ്റവും കുറച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓരോ സ്റ്റേജും കഴിഞ്ഞപ്പോ നോക്കി നമ്മളെ നെല്ലിക്കൊക്കെ ഇങ്ങനെ ചുങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 35 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഒരു പാകാവും. അപ്പൊ ഒരു മുറി നാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. ഒന്ന് തണുത്തപ്പോ നോക്കി ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ചില്ലും കുപ്പിയിലേക്ക് മാറ്റി വെക്കാം. എല്ലാരും ഉണ്ടാക്കി നോക്കാം.